ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗെയിൻ ട്രാവലിറ്റ്. ഞാനിപ്പോൾ ഉള്ളത് കാശ്മീരിലൊരു വില്ലേജിലുള്ള ഇത് നമ്മുടെ ഫ്രണ്ട് ആമിർ ഇവൻ്റെ വീട്ടിലിരുന്നുണ്ടായിരുന്നു. ഇവിടെയാണ് അവൻ്റെ വീട്. അപ്പോൾ ഞങ്ങളൊന്ന് വെറുതെ ഒന്നിങ്ങനെ കറങ്ങുക, കുറച്ച് ഗ്രാമങ്ങൾ സ്ഥലങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണാൻ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയാണ് ബൈക്കിൽ. ഇവിടെ ഹെൽമെറ്റൊന്നും ആവശ്യമില്ല, അപ്പോൾ അതുകൊണ്ട് നോർമൽ ലുക്കിലാണ് പശു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇവൻ എനിക്ക് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഹോട്ടലിൽ കയറിയിട്ട് ഇവിടുത്തെ തനത്, അതായത് ഇവിടുത്തെ നോർമൽ ഫുഡ് ഉണ്ടാവില്ല, ഇവിടുത്തെ സാധാരണ കഴിക്കുന്ന ലോക്കൽ ഫുഡ് അതൊക്കെ കഴിക്കണം. ഇന്നലെ ഇവിടെ നിന്ന് നല്ല കിടിലം ബിരിയാണി, ചോറും ബീഫൊക്കെ കിട്ടിയിരുന്നു, അതുപോലെ പനീർ ഫ്രൈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഇനി ക്യാമറാമാനാണ് ഇവനെ കിട്ടോ കുറച്ച് നേരം. ഈ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ ഗ്രാമങ്ങൾ. ഇവിടുത്തെ കടകളൊക്കെ കണ്ടില്ല, വളരെ ചെറിയ ചെറിയ കടകൾ, കൂടുതൽ ലേസ് വെക്കുന്ന കടകളാണ്. ഇതൊരു ചെറിയൊരു ഗ്രാമം. ഈ കാണുന്നതാണ് ഇവിടുത്തെ പള്ളി, അതായത് ഇവിടുത്തെ ജുമാ മസ്ജിദാണ് ഇത് വരുന്നത്. ഞാൻ ഇന്നലെ അവിടെ കയറി നിസ്കരിയൊക്കെ ചെയ്ത് ഗൈസ്. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ഗാവ് കാ നാം കേ DK Marak, ധന്യോക്കണ്ടിക് മാറക് അങ്ങനെ എന്താണ് പേര്. പിന്നെ ചെറിയ ഒരു ടൗണ്, കുറേ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ടൗണ്, വളരെ ചെറുത്. അടിപൊളിയൊരു സ്ഥലം കാണിച്ചു തരാനായിട്ടാണ് കൊണ്ടുവന്നത്. ആ കാണുന്നൊരു ലോങ്ങിൽ മല ഉണ്ട്, നിങ്ങൾക്ക് കാണില്ല. ആ മലൻ്റെ ശരിക്കും തണുപ്പിൻ്റെ സമയത്ത് ഇവിടെയൊക്കെ, അതായത് ഈ കാണുന്ന സ്ഥലത്തൊക്കെ ശരിക്കും മഞ്ഞ് കട്ട കെട്ടി നിൽക്കുന്ന, റോഡ് കാണാത്ത രീതിയിൽ നിൽക്കുന്ന ഏരിയയാണ് പോലത്. ഈ കാണുന്ന മലകളും ഇതൊക്കെ മഞ്ഞിൽ പൊടിച്ച് നിൽക്കുന്ന അവസ്ഥയായിരിക്കും. ഇപ്പം ഇവിടെ തന്നെ ഒരു നോർമൽ ചൂട്, നമ്മൾ ഊട്ടിയിലൊക്കെ ചൂട് കാലത്ത് പോലുള്ള അവസ്ഥയില്ല, അതിനെക്കാട്ടിലും കുറച്ചും കൂടി മോശമായ അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. കാരണം ഇവിടെ അത്രയും തണുപ്പ് വരേണ്ട സ്ഥലത്ത് ഉള്ളൊരവസ്ഥ അല്ലേ. ഇതിപ്പോൾ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് ഒരുപാട് മല കയറി വന്നതാണ്, മലയുടെ മുകളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ലാസ്റ്റ് ഒരു കടയുള്ളൂ, അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങാൻ നിർത്തിയ പ്ലാസ്റ്റിക്കൊക്കെ എടുക്കുന്ന ടീംസ്. ചളിവെള്ളമാണല്ലോ അവിടെ. ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, എൻ്റെ മോനെ ചുറ്റും നല്ല അടിപൊളി ക്ലൈമറ്റ്. ഓ, ഞാനിതാ ബൈക്ക് കൊന്നു കയറ്റി. എന്ത് ഭംഗിയാ, സൂപ്പർ. ഇവിടെ വേണം കിടന്നുറങ്ങാൻ കുറച്ചാൽ, അത്രയ്ക്ക് രസം. സ്ഥലം കണ്ടില്ല ഞങ്ങൾ, എന്ത് ഭംഗി ഇവിടെ മൊത്തം കാണാൻ. ഞാനിത് ആ ലാസ്റ്റ് അവിടുന്ന് താഴെ മുതൽ ഏകദേശം ടോപ്പ് വരെ ഇവിടെ വരെ വണ്ടി പിടിച്ച് കയറ്റി. ഫുൾ ഓഫ് റോഡാണ്, മണ്ണൊക്കെ ഇളക്കി അലമ്പാണ്. പക്ഷെ ഇപ്പോൾ അവിടെ എത്തി, വേറെ ലെവൽ. വിൻ്റർ ടൈമിൽ ഇവിടെ മൊത്തം ഹേനാ ഇതർ പൂര സ്നോ ആയേക്കാണ്. വിൻ്റർ का ടൈം ഇവിടെ മൊത്തം ഫുള്ള് മഞ്ഞായിരിക്കും. നമ്മൾ മറ്റേ മഞ്ഞുമല കാണില്ലേ, പാൽഗാവ് ഉണ്ട്, നമ്മൾ പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ സ്ഥലത്തും ഇതേ അവസ്ഥയായിരിക്കും. എൻ്റെ മോനെ, zoom नहीं ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാൻ തന്നെ വേറെ ലെവൽ ആയിക്കോട്ടെ. हवाएं कितनी चल रही है? കയ്യിൽ നിന്ന് പോയാൽ വണ്ടി വെക്കും കൺഫേം. ഞങ്ങളിങ്ങനെതാ അവിടെ
വൈക്ക് വെച്ച് ഇങ്ങനെ നടന്നത് മുകളിലേക്ക് വന്നപ്പോൾ ഇവിടുത്തെ ഒരു വീട് കുതിരക്കുട്ടനെ കണ്ട് കാണിച്ചു കേട്ടോ. ഇവിടെ ഒരു ഇതൊരു വീടാണ്, മണ്ണുകൊണ്ട് തേച്ചിട്ട് മുകളിൽ इसमें ऊपर भी मिट्टी है ना, लकड़ी और मिट्टी से മരവും മണ്ണും കൊണ്ടും ഉണ്ടാക്കിയ വീട്. उसको पूछो अंदर सकता है नहीं, और कोई है ना उधर. അടിപൊളി സ്ഥലം, ശരിക്കും കിതയ്ക്കുന്നുണ്ട്. അച്ഛാ, ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ ആളുണ്ടെങ്കിൽ കയറാൻ സമ്മതിക്കും. ശരിയാ, മരങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. കൊയ്യേ കൊയ്യേ ഗർഭ കൊയ്യേ. അസ്സലാമു അലൈക്കും. ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. ശരിക്കും ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്ന സെറ്റപ്പേ ഉള്ളൂ. ഇപ്പം ഉള്ളിൽ കുനിഞ്ഞ് നിൽക്കണം, കണ്ടില്ലേ? ഇവിടെയാണ് ഒരു കിടക്കലും താമസമൊക്കെ. ഇതാ ഇവിടുന്ന് ഞങ്ങൾ ബൈക്ക് താഴെ വെച്ചിട്ട് ഞങ്ങളിതാ ഈ വീട് കണ്ടിറങ്ങി. വേറെ രണ്ടാൾക്കാരും രണ്ടുപേരും ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ഞാൻ ക്യാ ബേട്ടാ അപ്പോൾ ബിലാൽ, അപ്പോൾ ഷൗക്കത്ത് ബിലാൽ. अस्सलाम वालेकुम. ओके, इसको कुछ पैसे देते हैं ക്യാഷ്. ഇവിടെ ഇതുപോലത്തെ 1-2 വീടുകൾ. किसका उसका नाम पे प्रॉपर्टी और ये तो मतलब ये गवर्नमेंट का है. अच्छा, इसका कुछ प्रॉपर्टी कुछ नहीं. ഈ സ്ഥലത്തിനൊന്നും പട്ടയം ആധാരമൊന്നും ഇല്ലാത്ത ഓരിങ്ങനെ വീട് വെച്ച് പാവങ്ങൾ താമസിക്കുന്നതാണ്. इसको हिंदी आता है? हाय हाय बोलो, हाय हाय बेटा, हाय बोलो. हेलो, मेरा छोटा बेटा ना, ये उम्र इसका सेम है. हाँ, कुछ बात करने आती है? नहीं, कुछ भी नहीं. कुछ नहीं आते. कशीर पर छुताकर काट करे. क्या सुनाओ? और इसका उसका जहरा. माशाल्लाह. नीचे जाएगा और कुछ हो जाएगा पता नहीं. വണ്ടീൻ്റെ ബ്രേക്കിന് സംതിങ് പ്രശ്നമാണ്. പേട് ഒന്നാമത് ബ്രേക്ക് പാഡ് തീർന്നിട്ടുണ്ട്. ഇനി അതൊന്ന് റെഡിയാക്കി എടുക്കണം. ഇനിയിപ്പോൾ സർവീസ് സെൻറ്റർ എവിടെ കിട്ടുക എന്നുള്ളത് പോലും അറിയില്ല, എന്താ അവസ്ഥ അറിയില്ല. അപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ एक നദി തേക്കാം. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ചാവി നിൽക്കാലോ പോയി നിൽക്കാതെ. അപ്പോൾ അത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ്. കുട്ടികളൊക്കെ എൻ്റെ മോനെ കിतना ചോട്ട അല്ലോ പഠിച്ചവനെ ആയല്ലാന്ന് തോന്നിട്ടോ. കുട്ടികളൊക്കെ ചാടുന്നത്, വലിയ ആൾക്കാരും ചാടുന്നുണ്ട്. ഷാമ്പുട്ട് തലയിലിട്ടിട്ട്. अभी जाओ ने लोग ചേക്കന് വേറെ ലെവൽ ചാട്ടോ. ഇതിവൻ്റെ ഉള്ളിലത്തെ ഒരു ദർഗയാണ് ഇവിടെ, അതായത് ഈ ഗ്രാമത്തിലുള്ളൊരു ദർഗയാണ്. അപ്പോൾ അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ചിലപ്പോൾ ഇവിടെ വെച്ചിട്ട് മുകളിൽ കയറി പോകണം. കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അവിടത്തേക്ക് വീഡിയോസ് അലൗഡ് അല്ല, പക്ഷെ എന്നാലും ഞാൻ എടുത്തിട്ടുണ്ട്.
അതൊന്ന് കണ്ടു നോക്കി നിങ്ങൾ. ऐसा पीछे आना चाहिए. ഹോട്ടൽ ഫുഡ് കഴിക്കണം ഞാൻ ഇവരെ നിർബന്ധിച്ച്. ഇവിടുത്തെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാവുക, ഫുഡ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്താക്കി, എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് നോക്കട്ടെ. ചിക്കനാണ്. हाँ ये चिकन ചിക്കനാണ്. ഇതെന്താ സാധനം കറക്റ്റ് അറിയില്ല. എന്തോ ഒരു ഇറച്ചി ഉണ്ടാക്കിയിട്ടുള്ള സംഭവം. ഏത് इसका सेंस है. इसका टेस्ट अलग है. അതെ बस ഒരേ സാധനം. എന്തൊക്കെ ദർഗാ സാ വീഡിയോ ഒക്കെ ബാത്ത് മേ ദർഗ കണ്ടിട്ടേ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ആപ്പിളിൻ്റെ ടൈം അല്ല ശരിക്കും ഇപ്പോൾ. അതായത് ആപ്പിൾ ആയി ഏകദേശം ഇത്ര സൈസായി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ തോട്ടത്തിൽ കാണിച്ചാൽ ഇതിന് ഇനി ഒരു മാസം ടൈം എടുക്കും. ഒരു മാസം കൊണ്ട് ഇത് വലുതാവും. പല പല ടൈപ്പ് മരമായിരിക്കും ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഒരു മാസം കൊണ്ട് വലുതായിട്ട് എന്താവും, പിന്നെ ഓന് ആരതോ തോട്ടത്തിലാണ്. ഓൻ്റെ തോട്ടം ഉണ്ട്, പക്ഷേ കുറേ മുകളിലേക്ക് പോകണം. ബൈക്ക് പോകില്ല, നടക്കണം. ഇതാണ് ആപ്പിൾ മരം. ഈ ഒരു സൈസായിട്ടേ ഉള്ളൂ സാധനം. അപ്പോൾ ഇനി ആവാൻ ഇനി ടൈം എടുക്കും. ഇടി വെട്ടുന്നുണ്ടോ? നല്ല മഴൻ്റെ ടൈമാണ്. അതെ, ഇത് ഫുള്ള് ആപ്പിൾ തോട്ടങ്ങളാട്ടോ. മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ബാരിഷ് പറയാനാ, മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ ആപ്പിൾ തോട്ടത്തിലൂടെ നടന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസ് മുഴുവനായിട്ട് കണ്ടിട്ട് ലൈക്കും സബ്സ്ക്രൈബും അതുപോലെ തന്നെ കമൻറ്റും കാര്യങ്ങളൊക്കെ ചറപറ ഇടുക. കണ്ടില്ലേ, ഫുൾ ഇത് നമുക്ക് അത്യാവശ്യം ചെറിയ വലുപ്പമായതുകൊണ്ട്, പക്ഷേ ഇത് പറിക്കാൻ പറ്റില്ല. ഇത് ആരതോ തോട്ട. ഇതിൻ്റെ ഓണർ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചിലപ്പോൾ തല്ലിക്കൊല്ലും. അതുകൊണ്ട് ഗൈസ്, അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.